ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമല്ല എന്നെനിക്ക് നല്ലോണം അറിയാം. ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മളെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ഇത് സെറ്റായില്ലെങ്കിൽ ഐ വുഡൻ ബി സർപ്രൈസ്ഡ് ഇഫ് ഹീസ് സാക്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സന്ദീപ് സിംഗ് ഈ മാച്ച് കളിക്കരുതെന്ന്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പേര് വന്നിട്ട് ഇതൊക്കെ പറയാൻ നീ ഏതാ, ഒന്ന് പോടാ കോപ്പേ എന്നൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ഹലോ ഓൾ, ദ ഫുട്ബോൾ സെനത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളെല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ ആദ്യ ജയത്തിൻ്റെ ഉന്മേഷത്തിലാണെന്നറിയാം. ആൻഡ് വാട്ട് എ വിൻ ഗൈസ്. ഈ ഒരു മാച്ച് സ്റ്റേഡിയത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മൾ ആദ്യം ഗോൾ കൺസീഡ് ചെയ്തു എന്നുള്ളത് ശരിയാണ്, ബട്ട് ഓവറോൾ വി വർ സ്റ്റിൽ ദ ബെറ്റർ ടീം. അതുകൊണ്ട് തന്നെ ഈ വിജയം 100% നമ്മുടെ ടീം അർഹിക്കുന്നത് തന്നെയായിരുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കംപ്ലീറ്റ് ടാക്ടിക്കൽ അനാലിസിസ് ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കളി കണ്ടിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ബിഫോർ വി സ്റ്റാർട്ട് ഐ മസ്റ്റ് ടെൽ യു ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ നോവ, പെപ്ര എന്നീ താരങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് അവരുടെ ടാലന്റിനെയോ ഈ ജയത്തിലെ കോൺട്രിബ്യൂഷനെ കുറച്ച് കാണലല്ല. ഇറ്റ് ഈസ് സിംപ്ലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് നിങ്ങൾ ഓരോരുത്തർക്കും അത് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ വിതൗട്ട് ഫർദർ ഡിലേ, let's get to today's topic. 5 important things we learned as Kerala Blasters beat East Bengal. പോയിന്റ് നമ്പർ 1, സച്ചിൻ സുരേഷ് നമ്മുടെ ഗോൾ വില കാക്കാനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മത്സരം നമ്മൾ കളിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തോറ്റാനെ. ഈ ഒരു മാച്ചിന്റെ ഏർലി സ്പെല്ലിൽ ഈസ്റ്റ് ബംഗാളിന്റെ അറ്റാക്ക് നമ്മുടെ ഡിഫൻസിനെ കുറേയേറെ സമ്മർദ്ദത്തിലാഴ്ത്തി. ഇവിടെയായിരുന്നു സച്ചിൻ നമ്മളെ 1 അല്ല 2 അല്ല 3 തവണ രക്ഷിച്ചത്. ഇതിലെ ഫസ്റ്റ് ഇൻസിഡന്റ് നമ്മുടെ റൈറ്റ് വിങ്ങിൽ നിന്നാണ് വന്നത്. അതായത് നമ്മുടെ സന്ദീപ് സിംഗ് കളിക്കുന്ന ആ ഒരു വിങ്. കഴിഞ്ഞ വീഡിയോയിലെ കമന്റുകളൊക്കെ ഞാൻ ഒരുപാട് ഓർക്കുന്നുണ്ട്, പക്ഷെ സന്ദീപിലേക്ക് നമുക്ക് പിന്നെ വരാം. റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് സച്ചിൻ. മാർക്ക് സോത്താൻപുയയുടെ ക്രോസ് നന്ദകുമാർ ശേഖറിലേക്ക് എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ടച്ച് വളരെ വീക്കായിരുന്നു. പക്ഷേ എന്നാലും സച്ചിൻ ഗോട്ട് ഡൗൺ ക്വിക്ലി ടു ഡിനൈ ഹിം എ ചാൻസ് അറ്റ് സ്കോറിംഗ്. ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ടായിരുന്നു ദ റിയൽ സേവ്. റീബൗണ്ട് വലയിലേക്ക് എത്തിക്കാൻ 18 യാർഡ് ബോക്സിലേക്ക് കുതിച്ചു കയറിയ മാദി തലാലിന്റെ കാൽ കീഴിൽ നിന്ന് സച്ചിൻ ആ ബോൾ തട്ടിമാറ്റി കയ്യിലൊതുക്കി. ഇത് റീപ്ലേയിൽ കാണുമ്പോൾ ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷേ ഒരു ഗോൾ കീപ്പറിന് അറിയാം ഈ ഒരു റിഫ്ലക്സും ടൈമിങ്ങും പുൾ ഓഫ് ചെയ്യാൻ എത്ര ഡിഫിക്കൽട്ട് ആണെന്ന്. ഒരു ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് മതി അവിടെ നമ്മളൊരു പെനാൽറ്റി കൺസീഡ് ചെയ്യാൻ. ഇതേ വിങ്ങിൽ നിന്ന് തന്നെ അധികം വൈകാതെ ഈസ്റ്റ് ബംഗാൾ മഹേഷ് സിംഗിലും സൗൾ ക്രസ്പോയിലൂടെ 2 ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് വലയിലേക്ക് തടുത്തു വിട്ടു. ഇത് രണ്ടും സച്ചിൻ അതിവിദഗ്ധമായി ഡീൽ ചെയ്തു. ഫുട്ബോളിൽ ഗോൾ കീപ്പറുടെ ജോലി പലപ്പോഴും ഒരു താങ്ക്ലെസ് ജോബാണ്. അർഹിക്കുന്ന ക്രെഡിറ്റ് അവർക്ക് കിട്ടാറില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അനാവശ്യമായിട്ട് ഒരുപാട് പഴിയും കേൾക്കേണ്ടി വരും. നമുക്കെന്തായാലും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാം. ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സച്ചിൻ വെറുമൊരു പെനാൽറ്റി സ്റ്റോപ്പർ മാത്രമല്ല, പക്ഷേ ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരു നല്ല ഓൾറൗണ്ട് ഗോൾ കീപ്പറായി വളരാൻ കഴിവുള്ള പ്ലെയറാണ്. പോയിന്റ് നമ്പർ 2, മിലോസിന്റെ അശ്രദ്ധയെക്കുറിച്ച് പഞ്ചാബായിട്ടുള്ള മാച്ച് കഴിഞ്ഞുള്ള വീഡിയോയിൽ നമ്മൾ വളരെയധികം ഹൈലൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ മാച്ച് കണ്ടപ്പോൾ ശരിക്കും ആ മത്സരത്തിൽ കളിച്ച പ്ലെയർ തന്നെയാണോ ഇതെന്ന് എനിക്ക് തോന്നിപ്പോയി. ക്യാപ്റ്റനായി കളത്തിലിറങ്ങിയ മിലോസ് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടാണ് ഇപ്രാവശ്യം കളിച്ചത്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാരം ഉണ്ടായിട്ടും ഹി ഡിഡ് നോട്ട് ഹോൾഡ് ഹിംസെൽഫ് ബാക്ക് ഫ്രം എ ചാലഞ്ച് ഓർ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ദ ബോൾ ഔട്ട് ഫ്രം ദ ബാക്ക്. നിങ്ങൾ കളിയുടെ ഫസ്റ്റ് ഹാഫ് ശ്രദ്ധിച്ചാൽ അറിയാം, മിലോസ് കോൺസ്റ്റന്റ് ആയിട്ട് ബോൾ ബാക്കിൽ നിന്ന് പ്ലേ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് ഒരു പരിധി വരെ ഹി വാസ് റിയലി സക്സസ്ഫുൾ അറ്റ് ഡൂയിങ് ഇറ്റ്. ഒബ്വിയസ്ലി കളിയുടെ അവസാനം വരെ ഈ ഒരു സെയിം ഇന്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പുള്ളിക്ക് കഴിയാറില്ല. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ഹി സ്റ്റിൽ ഹാസ് ടു വർക്ക് ഓൺ. എനിക്ക് പലപ്പോഴും മിലോസ് പ്യുവർലി വികാരങ്ങളിൽ മാത്രം കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഡിഫൻഡറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വൈകാരികത പലപ്പോഴും അവരെ കുഴപ്പങ്ങളിൽ കൊണ്ട് ചാടിക്കാറുമുണ്ട്. ബട്ട് പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ക്ലബ് എന്തായാലും മിലോസിന് ഈ കൊല്ലം വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നൽകിയിരിക്കുന്നത്. പുതിയൊരു കോൺട്രാക്ട്, വൈസ് ക്യാപ്റ്റൻസി, ഇതെല്ലാം. ഇദ്ദേഹത്തിന്റെ ഫിസിക്കൽ സ്റ്റാച്ചർ കണ്ടാൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമുണ്ട്. ഹീസ് ജസ്റ്റ് 25 years old. അതായത് പറഞ്ഞു വരുമ്പോൾ എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു പ്ലെയർ. ഒരു ഡിഫൻഡറിനെ സംബന്ധിച്ച് 25 വയസ്സൊന്നും അവരുടെ പീക്ക് ഇയേഴ്സേ അല്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ കൺസിസ്റ്റൻസി മിലോസിന്റെ ഗെയിമിലേക്ക് വന്നാൽ ഇതുപോലെ ഒരുപാട് നല്ല പെർഫോമൻസസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പോയിന്റ് നമ്പർ 3, ഡിമിയുടെ തിരിച്ചുവരവാണ് ഈ കളിയിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ആൻഡ് ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ പിറന്നതിൽ ഡിമിയുടെ പങ്ക് ചെറുതൊന്നുമല്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ആ പിച്ചിൽ ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ഡിമിയാണെന്ന് തന്നെയാണ്. ഈസ്റ്റ് ബംഗാളിന്റെ ലൈനപ്പ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. കാരണം സൗൾ ക്രസ്പോയ്ക്കും ജീക്സൺ സിംഗിനും ഒപ്പം മാദി തലാൽ മിഡ്ഫീൽഡിൽ കളിക്കുന്നു. ആൻഡ് ദിസ് മീൻസ് തലാൽ ഹാസ് സോ മച്ച് പ്രൊട്ടക്ഷൻ ബിഹൈൻഡ് ഹിം. ആൻഡ് വി ഓൾ നോ മാദി തലാൽ, ഹി കൻ പിക്ക് എ പാസ് ഫ്രം ലൈക്ക് എനിവെയർ ഓൺ ദ പിച്ച്. ഡിമിയെ ഈസ്റ്റ് ബംഗാൾ സൈൻ
സൈൻ ചെയ്തപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ISL-നെ തന്നെ ഇളക്കി മറിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ലിങ്കപ്പ് വർക്കൗട്ട് ആയില്ല. ഡിമി സെക്കൻഡ് ഹാഫിൽ 2 തവണ നല്ല കിടിലൻ റണ്ണ് മേക്ക് ചെയ്തത് ഞാൻ നോട്ടീസ് ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ മാദി തലാൽ ഡിഡ് നോട്ട് റിലീസ് ദ ബോൾ ടു ഹിം ആൻഡ് ഡിമി വാസ് സോ ഫ്രസ്ട്രേറ്റഡ്. ഹി വാസ് ത്രോയിങ് ഹിസ് ഹാൻഡ്സ് ഇൻ ദി എയർ. ജീസസിനെ നോക്കിയിട്ടുള്ള എൻ്റെ മഞ്ഞ ഷർട്ട്, എൻ്റെ നീല നിക്കർ, ആ ഒരു റീല് ഭയങ്കര ഫണ്ണി ആയിരുന്നു. ഒരു പരിധി വരെ ഡിമിക്ക് ഈ ഒരു ഫീലിംഗ് തന്നെയാണ് ഉണ്ടായത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് ഒരാളെയാണ് ഓർമ്മ വരുന്നത്, അൽവാരോ വാസ്കസ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ കത്തി നിൽക്കുന്ന സമയത്ത് FC ഗോവയിലേക്ക് പോയ മുതലാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഓർക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഹി വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേയേഴ്സ്. ഡിമിക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടും. ബട്ട് ഐ ജസ്റ്റ് ഹോപ്പ് ഈസ്റ്റ് ബംഗാൾ പ്ലേ ടു ഹിസ് സ്ട്രെങ്ത്സ്. ഇങ്ങനെ ഒരു പ്ലെയർ ഉള്ളപ്പോൾ വൈ ഷുഡന്റ് ദേ? ഹിൽ വർക്ക് ഹാർഡ്, ഹിൽ മേക്ക് ദോസ് റൺസ്, ജസ്റ്റ് പ്ലേ ത്രൂ ഹിം. കാർലെസ് ക്വാഡ്രാറ്റിന് ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുണ്ട് ആൻഡ് ഗെറ്റിംഗ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഡിമി ഈസ് ക്രൂഷ്യൽ. ഇത് സെറ്റ് ആയില്ലെങ്കിൽ ഐ വുഡന്റ് ബി സർപ്രൈസ്ഡ് ഇഫ് ഹീസ് സാക്ഡ്. അടുത്ത പോയിന്റ്, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വിഷയം സന്ദീപ് സിംഗ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ കുറച്ച് കോണ്ടെക്സ്റ്റ് തരാം. ഈസ്റ്റ് ബംഗാൾ ആയിട്ടുള്ള മാച്ചിന് മുമ്പുള്ള വീഡിയോ ഞാൻ ഇവിടെ ലിങ്ക് ചെയ്തേക്കാം. ആൻഡ് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സന്ദീപ് സിംഗ് ഈ മാച്ച് കളിക്കരുതെന്ന്. ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിനെതിരെ ഒരുപാട് പേര് സംസാരിച്ചിരുന്നു. ആൻഡ് ഒരു പരിധി വരെ എല്ലാ ഡിസ്കഷനും വളരെ ഹെൽത്തി ആയിരുന്നു. ആൻഡ് നല്ല ഒപ്പീനിയൻസ് പറഞ്ഞ ആൾക്കാരോട് ഞാൻ എസ്പെഷ്യലി റിപ്ലൈ ചെയ്തിരുന്നു, ഐ റെസ്പെക്ട് യുവർ ഒപ്പീനിയൻ ബട്ട് ഐ ഡിസഗ്രി വിത്ത് ഇറ്റ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പേര് വന്നിട്ട് ഇതൊക്കെ പറയാൻ നീ ഏതാ, ഒന്ന് പോടാ കോപ്പേ എന്നൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, പാഷനെയും ഡെഡിക്കേഷനെ കുറിച്ചൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട ബ്രോ. 2014 FC ഗോവയ്ക്കെതിരെ കൊച്ചിയിൽ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോവക്കാരനായ മിലാഗ്രസ് ഗോൺസാൽവസ് വിന്നിംഗ് ഗോൾ അടിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ പോയ ആളാണ് ഞാൻ. ആ കൊല്ലം ഇവിടുന്ന് ട്രെയിനും പിടിച്ച് മുഖത്ത് പെയിന്റും അടിച്ച് DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ പോയി മുഹമ്മദ് റഫീഖ് നമുക്കെതിരെ ഗോൾ അടിച്ചപ്പോൾ തലയും താത്തി ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ 11 വർഷമായിട്ടും ഇന്നും സ്റ്റേഡിയത്തിൽ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇന്നും ആ സെയിം ലെവൽ ഓഫ് പാഷൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ മീനിങ് മൊത്തത്തിൽ ഉൾക്കൊള്ളാതെ വെറുതെ കമൻറ്റ് ചെയ്യാൻ ആരും വരണ്ട. എൻ്റെ ഒപ്പീനിയനിൽ ഹീ ഈസ് നോട്ട് കൺസിസ്റ്റൻറ്റ് ഇനഫ് ഇൻ അറ്റാക്ക് ഓർ ഡിഫെൻസ് ടു പ്ലേ എവറി സിംഗിൾ മിനിറ്റ് ഓഫ് ആൻ ISL ക്യാമ്പയിൻ ഫോർ എ ടീം ഫൈറ്റിംഗ് ഫോർ ദ ടൈറ്റിൽ. കഴിഞ്ഞ കൊല്ലം കന്തീർവേൽ കളി കാണാൻ പോയപ്പോൾ നോട്ടീസ് ചെയ്താണ് റയൻ വില്യംസ് ആ വിങ്ങിൽ എന്തോരം പ്രശ്നമാണ് നമുക്ക് ഉണ്ടാക്കിയെന്ന്. ഇതുപോലെ തന്നെ ഒഡീഷ ആയിട്ടുള്ള പ്ലേ ഓഫ് മത്സരത്തിലും സന്ദീപിൻ്റെ ഡിഫെൻസീവ് എബിലിറ്റി നല്ലോണം ക്വസ്റ്റ്യനബിൾ ആയിരുന്നു. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനൊരു 100 മീറ്റർ റേസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, 80 മീറ്റർ വരെ ഞാനാണ് ഫസ്റ്റ്. പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ സ്റ്റെപ്പ് ഒന്ന് മിസ്സായി ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയില്ലേ. ഈ മാർജിൻ ഫോർ എറർ ഈസ് വെരി ലെസ് ഇൻ കോമ്പറ്റീറ്റീവ് സ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്ക് ക്യാൻ ഡിറ്റർമൈൻ വെദർ യു വിൻ ഓർ ലൂസ് എ ഗെയിം. ഈസ്റ്റ് ബംഗാൾ ആയിട്ടുള്ള ഈ ഒരു മാച്ചിൽ മെജോറിറ്റി ഓഫ് ദ ഗെയിം സന്ദീപ് നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ കളിച്ചു, ഒരു നല്ല ക്രോസും നൽകി. ആൻഡ് ആ ക്രോസ് നമ്മൾ തീർച്ചയായിട്ടും വലയിൽ എത്തിക്കേണ്ടായിരുന്നു. രാഹുൽ KPയുടെ ആ മിസ് ഒരു പ്ലെയറും മിസ് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ്. ബട്ട് സന്ദീപിന്റെ മിസ്റ്റേക്ക് ഈസ്റ്റ് ബംഗാൾ മുതലെടുത്ത് ഗോൾ അടിച്ചപ്പോൾ ഇറ്റ് കുഡ് ഹാവ് റിസൾട്ടഡ് ഇൻ അസ് ലൂസിംഗ് എ ഗെയിം ദാറ്റ് വി ഡോമിനേറ്റഡ് അറ്റ് ഹോം. സന്ദീപ് ഈ മാച്ചിൽ ഒരു മാച്ച് വിന്നറോ അല്ലെങ്കിൽ തോൽവിയുടെ ഒരു മെയിൻ കാരണമോ ആയേനെ. ദാറ്റ് ടെൽസ് യു എവറിത്തിങ് അബൌട്ട് ഹിസ് കൺസിസ്റ്റൻസി, റൈറ്റ്? പണ്ട് ഷില്ലോങ് ലജോങ്ങിൽ കളിച്ച ഈ ഡിഫൻഡർ എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു ISL ലെവൽ പ്ലെയർ ആയെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഫെബ്രുവരിയിൽ നമ്മൾ അവിടെ പോയപ്പോൾ ഈ ക്ലബിൻ്റെ ഒഫീഷ്യൽസായിട്ട് നമ്മൾ സംസാരിച്ചതാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു കാരണമില്ലാണ്ട് ഈ പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യില്ല. ബട്ട് പെർഫോമൻസസ് ഹാവ് ടു ഇംപ്രൂവ്. 10 വർഷം ഈ ക്ലബിൻ്റെ കൂടെ നിന്ന ആരാധകർ എന്ന നിലയിൽ ഇതൊക്കെ നമുക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. പോയിന്റ് നമ്പർ 5, ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമല്ല എന്നെനിക്ക് നല്ലോണം അറിയാം. ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മളെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ദാനിഷ് ഫറൂഖ് ആയിരുന്നു. ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. കാരണം ഈ പറഞ്ഞ സന്ദീപും ദാനിഷും ഒക്കെ കളിച്ചു വളർന്ന സ്ഥലങ്ങൾ, അത് മണിപ്പൂർ ആയാലും കാശ്മീർ ആയാലും നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ നിന്നൊക്കെ ഒരു ISL പ്ലെയർ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു വലിയ ജേണി തന്നെയാണ്. മണിപ്പൂർ, മിസോറാം ഒക്കെ നാഷണൽ ടീമിലേക്ക് ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റിൽ കുറച്ച് നാൾ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചും ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചും നല്ലോണം അറിയാം. ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് കമ്പയർഡ് ടു ദ പ്രിവിലേജസ് വി ഹാവ് ഹിയർ ഇൻ കേരള. പക്ഷേ സന്ദീപിനെയും ദാനിഷിനെയും പോലെയുള്ള ഏതൊരു പ്രൊഫഷണൽ ഫുട്ബോളറിനും ഈ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അറിയാം.
അതുകൊണ്ട് തന്നെ ഇത് കേട്ടാലും അവരൊക്കെ ആ റൈറ്റ് സെൻസിലേ എടുക്കുള്ളൂ. ഈ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ ആസ് എ പ്രൊഫഷണൽ ഫുട്ബോളർ യു ആർ ഓൾവേസ് ബീങ് ജഡ്ജ്ഡ്. നിങ്ങൾ അവസാനമായി കളിച്ച മാച്ചിലെ നിങ്ങളുടെ പെർഫോമൻസ് ഒരു ചർച്ചാ വിഷയമായി തന്നെ നിൽക്കും. ഡാനിഷിന്റെ അവസാനത്തെ പെർഫോമൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഹി മേ നോട്ട് ബി ദ പ്ലെയർ who we wish he was. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഹിസ് ടച്ച് വാസ് ഹെവി. ആകെ മൊത്തം ഫൈനൽ തേർഡിൽ ബോൾ എപ്പോൾ റിലീസ് ചെയ്യണം എന്നുള്ളൊരു ഇൻഡിസൈസീവ്നെസ് ആൻഡ് പലപ്പോഴും ഇറ്റ്സ് ലൈക്ക് ഹീസ് ട്രൈങ് ടു ഹാർഡ്. ബട്ട് ദ പോസിറ്റീവ് തിങ് ഇസ് ദാറ്റ് ഈ ഒരു ഫോർമേഷനിൽ ദാനിഷ് കളിച്ച ആ ഒരു സെയിം റോളിലേക്ക് ലൂണ തിരിച്ചു വരുമ്പോൾ ലൂണ മാത്രമേ കളിക്കൂ എന്നുള്ളതാണ്. ലൂണയുടെ പ്രസ്സിങ്ങും ലൈൻ ബ്രേക്കിംഗ് പാസുകളും ഷോട്ട്സ് ഫ്രം ഡിസ്റ്റൻസും ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഒരു മുതൽക്കൂട്ടാവും. ആൻഡ് ഐ എം കൺവിൻസ്ഡ് ദാറ്റ് ദിസ് ഇസ് ദ പൊസിഷൻ ലൂണ ഷുഡ് പ്ലേ ആൻഡ് ദാനിഷ് ഷുഡ് നോട്ട്. ഇതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈസ്റ്റ് ബംഗാൾ ആയിട്ടുള്ള മത്സരത്തിൽ നിന്നും ഞാൻ പഠിച്ച 5 കാര്യങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒബ്സർവേഷൻ കയറി കൂടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഉടനടി തന്നെ നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ എങ്ങനെ തളയ്ക്കാം എന്നുള്ളതാണ് ടോപ്പിക്. അപ്പോൾ ആ വീഡിയോ മിസ്സാവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ. ഹൃദയം നിറയും നിമിഷം